തെമീമിന്റെ എളാപ്പല്ല പോണ്ട്. മോനല്ലേ? മോനോ? അല്ല മോനോ, ആ തെമീമന്റെ ഏട്ടന്റെ മോനല്ലേ? മോൻ ചെങ്ങായി കൂതറ കൈസാരി ചെക്കന്മാരൊക്കെ ഉള്ള തെണ്ടിയെടുക്കും. പണിക്കൊന്നും പോയില്ല. പണിക്ക് പോയിണ്ടല്ലോ. ഇജ്ജ് നാട്ടുകാരെ മീവ ഉപദേശിച്ചെടുക്കണം. എനിക്ക് എന്റെ കുടുംബത്തിലുള്ള ഏട്ടനെ മോനെ ഉപദേശിച്ചൂടെ? എത്ത മോന്റെ കഥ ഇജ്ജ് വല്ലതും അറിഞ്ഞിക്കണ? നമ്മള് പറയാനുള്ളത് പറഞ്ഞു മനസ്സിലായി ഇജ്ജ് മറ്റുള്ളവർ ഉപദേശിക്കാൻ അവനെ കുടുംബത്തിലുള്ളവർ ഉപദേശിക്കാൻ നോക്കുക ആദ്യം. ഓനക്കോട് ഇപ്പൊ മനസ്സിപ്പോ എടുങ്ങാറായല്ലോ. അല്ലെങ്കിൽ പോണടുത്തേക്ക് പിന്നെ പോവാ. ഇതാദ്യം തീരുമാനാക്കട്ടെ. എന്താണി പെമ്പറന്നുള്ളത്? മേത്ത് നീവാൻ കച്ചറാക്കിക്കണല്ലോ. കാക്കാ കാക്കാ അല്ല ഇങ്ങനെ കൃഷിയായിട്ട് നടന്നോ? ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എന്താ അറിഞ്ഞിട്ടില്ല ജീ പറയണ്ടേ? ഇജ എന്താ ചെക്കനെ കൊണ്ട് കണ്ടിട്ടുണ്ട്? എന്ത് കാണി ഓനെ കൊണ്ട് ഇപ്പൊ തന്നെ പെണ്ണിട്ടിച്ചാനാ? പെണ്ണിട്ടിട്ട് കാര്യമൊന്നല്ല. പിന്നെ എന്ത് കാര്യം ജീ പറയണ്ടേ? എനിക്ക് അങ്ങാടിക്കാട് കേറാൻ വെച്ച അപ്പൊ തുടങ്ങും ആൾക്കാര് അന്റെ കാക്കാരെ മോനെ ആ കച്ചറ ചെക്കന്മാരപ്പൊ നടക്കണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പൊ നടക്കുന്ന സംഗതിയൊക്കെ അതേ സ്വഭാവം എനിക്കുണ്ടാവൂലേ? ഇതന്നെയാണ് ആൾക്കാര് പറയണ്ടേ. ഇപ്പൊ പണിക്ക് പോയണ്ട അത് നിർത്തിയില്ല പോരെ. എടാ ഞാൻ അതിന് ഓന്റെ അടുത്ത് ഇന്നേ വരെ ഒരു മോശമായ പ്രവൃത്തി കണ്ടിട്ടില്ല. ഓൻ എന്നോട് മുതലേ മോശമായിട്ട് പെരുമാറിയിട്ടില്ല. എല്ലാ കുട്ടികളും മാറില്ല. ഓൻ നേരത്തെ കാലത്ത് ഒരു 8-8 മുതൽ പെരീക്ക് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഓനോട് എന്ത് ചോദിച്ചാനാ? അനക്ക് വല്ലതും അറിയപ്പത് ഞാൻ എന്താ ചോദിച്ച അത വരുന്നത്? ഇജെന്നാണ് നേരിട്ടാണ് ചോദിച്ചാളാം. അനക്കെന്നെ പറയാനുള്ളതാണ് പറഞ്ഞത്. പറയാനുള്ളതും ചോദിച്ചാളും ഒക്കെയാണ് ചോദിച്ചാളാം. ആപ്പാക്ക് എന്നോട് എന്തൊക്കെ ചോദിച്ചാണ്ടല്ലോ. എന്തൊക്കെയാ പാപ്പ എന്നെ പറ്റി പറയുന്നത്? എന്താ വിചാരിച്ചിട്ടുണ്ട്? അല്ലെ പറ്റി ഈ കണ്ട ആൾക്കാർ മുഴുവൻ ഓരോന്ന് പറയാനുള്ള ഇതാ കച്ചറ ചക്കന്മാരപ്പൊ നടക്കേണ്ടത്. അല്ല ഇതിപ്പോ പണി നിർത്തിയ ഇപ്പൊ പണിക്കൊന്നും പോണില്ലേ? എന്താ വിചാരിച്ചിട്ടുണ്ട്? അനക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ ഞാൻ എത്താനും പറയാൻ ഞാനൊന്നും കേൾക്കുന്നില്ലല്ലോ. ഈ ചെക്കന് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. നിന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട. നിന്റെ ശരീരം നോക്കാൻ എനിക്കറിയാം. ലഹരി ഉപയോഗിച്ചാലേ നിന്റെ ശരീരം, നിന്റെ മനസ്സമാധാനം, നിന്റെ കുടുംബം ഒക്കെ നശിക്കുമെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലോണം ബോധമുണ്ട്. പിന്നെ എളാപ്പാ, ഞാൻ പണിക്ക് പോവാത്തേ. എനിക്ക് 10-20 ദിവസത്തെ കൂലി തരാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പണിക്ക് പോകാത്തത്. ഞാൻ ഇപ്പൊ വേറെ ആളപ്പം പണിക്ക് പോവാണ്. ഓരോന്ന് കേട്ടുകാണ്ടാണ്ട് വരും. ഇപ്പൊ എന്തായി? എനിക്ക് തിരുപ്പതി ആയില്ലേ? പിന്നെ ഈ ആൾക്കാരെ വർത്താനം കേട്ടുകാണ്ട് നമ്മളെ മക്കളെ മോശക്കാരാക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ മക്കൾ ആരപ്പാ പോകണ്ട്, എന്താ ചെയ്യണത് നമ്മൾ ആദ്യം അന്വേഷിക്കണം. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഓനെ നേർക്ക് ചാടാൻ പാടുള്ളൂ. അല്ലാതെ ഈ വർത്താനം കേട്ടുകാണ്ടേ വന്നുകാണ്ട് കുട്ടികളെ നേർക്ക് ചാടാൻ നിൽക്കരുത്. ഓലെ അന്വേഷിക്കണ്ടെന്നല്ല, അന്വേഷിക്കണം. ഞാനേ ഓനൊക്കെ പാടത് പറഞ്ഞു കേട്ടപ്പോഴേ എനിക്കാകെ വിഷമായി. ഞാനാണെങ്കിൽ ഇപ്പൊ എന്റെ ഒന്നും കണ്ടിട്ടുമില്ല. നമ്മൾ ഈ കുട്ടികളെ പറ്റി പലതും കേൾക്കണതല്ലേ. കുട്ടികളൊക്കെ പഠിച്ചോൻ കാക്കട്ടെ. ഞാൻ പോട്ടെ. ചായ കുടിച്ചിട്ട് പോയി ആണ്ടേ ചായ ആണ്ടേ ആ തന്നെ ചോദിച്ചോ? ഇല്ല നേരെ ഞാൻ പോട്ടെ. ആയിക്കോട്ടെ.